ഹലോ, അങ്ങനെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടായി വന്നിരിക്കുന്നത് കുരിശുമല, കക്കാടംപൊയിലെ ഏറ്റവും അത്യാവശ്യം നല്ല വലിയ മലയായിട്ടുള്ള കുരിശുമലയിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾ എൻ്റെ ബേക്കത്തെ വ്യൂസ് തന്നെ നോക്കുക, ഇത്ര ഭംഗിയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂകൾ കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങളിപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കണ്ട, ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല കയറ്റമാണ്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വലിയ ലോങ് വീഡിയോ ഒന്നും ആയിട്ട് എടുക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടിട്ട് നോക്കിയിട്ട് ഒന്ന് വരാം. അങ്ങനെ നമ്മുടെ കുരിശുമലയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിങ് കയറ്റം തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റമാണ്. ഒരു കിലോമീറ്ററോളം ആ കയറ്റമുണ്ട്. അപ്പം നമുക്കെന്തായാലും കയറ്റം മുഴുവൻ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവേ. അപ്പം സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്നാണ് കയറ്റം സ്റ്റാർട്ട് ചെയ്യണത്. കണ്ടോ, കയറ്റം തുടങ്ങി. എൻട്രിയിൽ നിന്നാണ് പക്ഷേ കയറ്റം തുടങ്ങി. 2 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്കും അയ്യോ വയ്യ. ഇത് നിങ്ങൾ സംസാരിക്കാനൊന്നും വയ്യ. നിങ്ങളെന്തായാലും കണ്ടോ, നല്ല കയറ്റം കേട്ടോ. ജീപ്പിനുള്ള ഓപ്ഷനുണ്ട്. 400 രൂപയാണ് പറയണത്. അത് ഞാൻ ജീപ്പിൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ കാണിച്ചത് ലാസ്റ്റ്. ജീപ്പ് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ. എങ്ങനെയുണ്ട്? ഈ ജീപ്പിൽ അങ്ങ് വരെ പോവാ. നടക്കത്തില്ല മോനെ. കുരിശുമലയുടെ പകുതി എത്തിയപ്പോഴത്തേക്കുള്ള വ്യൂ ആണിത്. അപ്പോൾ നിങ്ങൾ ഫുള്ള് കയറി കണ്ടാൽ നിങ്ങൾ എന്നാ പറയും. അപ്പോൾ നമുക്ക് ഫുള്ള് കയറി കണ്ടിട്ട് നമുക്ക് അടുത്ത് പിടിക്കാം. അതിനുള്ള ജീവൻ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് അറിയത്തില്ല, റിസോർട്ടാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം ഇവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഇതൊരു പുതിയ റിസോർട്ട് വന്നതാണ്. പക്ഷേ ഇതൊക്കെ ഓപ്പൺ ആണെന്ന് അറിയത്തില്ല കേട്ടോ. ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഗൈസ് കണ്ടോ, ജീപ്പ് വിളിച്ച് നിങ്ങൾ വരുവാണെങ്കിൽ ഇതേപോലുള്ള ഓഫ് റോഡ് നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചെറുതാട്ടോ, ഓവർ വലിപ്പമൊന്നുമല്ല, എന്നാലും ചെറുത്. പക്ഷെ നടന്ന് വരുവാണെങ്കിൽ നമുക്ക് പതുക്കെ കണ്ട് ആസ്വദിച്ച് പോരാം. ജീപ്പിൽ വരുന്നത് സുഖം വേറെ, നടക്കുന്ന സുഖം അതിലേറെ വേറെ. ഓക്കെ, നിങ്ങൾ തന്നെ റോഡൊന്ന് കണ്ടു നോക്ക്. റോഡിൻ്റെ അവസ്ഥയാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 400 രൂപയൊക്കെ കുറഞ്ഞ എമൗണ്ട് തന്നെ. കാരണം അവർ കൊണ്ടുപോയി തിരിച്ച് വിടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ റോഡ് ഫുള്ള് അങ്ങനെ തന്നെയാണ്, അങ്ങ് മോള് വരെ അങ്ങനെ തന്നെയാണ്. നോക്ക്, എങ്ങനെയുണ്ട് ഗൈസ്? ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ജീപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ 400 രൂപയ്ക്ക് വർത്താണ്. നമുക്ക് ക്ഷീണമില്ലാണ്ട് അങ്ങ് എത്താം.
നിങ്ങൾ നോക്കൂ, ഓരോ കയറ്റം കഴിയുമ്പം അടുത്ത കയറ്റം മുളച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇത്ര നേരമായിട്ടൊരു 3/4 ഭാഗമായിട്ടുള്ളൂ കേട്ടോ. ഉണ്ടോ, 3/4 ഭാഗം കയറിയിട്ടുള്ളൂ ഈ ഒരു കയറ്റം. അങ്ങോട്ട് ജീപ്പൊന്നും പോകത്തില്ല, ജീപ്പ് ഇവിടം വരെ ജീപ്പ് വരുത്തും. ഓക്കെ, നമ്മൾ തന്നെ നടന്ന് തന്നെ കയറണം. ഇവിടം വരെ നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ, ആ കയറ്റം കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് കയറാൻ തുടങ്ങാം. ഞങ്ങൾ കയറുന്ന വഴിക്ക് ഓപ്പോസിറ്റുള്ളൊരു മലയാണത്. എങ്ങനെയുണ്ട്? ഇനി അതിൻ്റെ മണ്ടയിലേക്ക് കയറാനുള്ള കപ്പാസിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം തീർത്തു, മല കയറ്റി തീർത്തു. ഇനി 2 അടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ മല കയറി കഴിഞ്ഞു. പക്ഷെ പറയുന്ന പോലെ അല്ല ഗൈസ്, നല്ല കയറ്റമുണ്ട്. നമ്മൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ നല്ല കയറ്റങ്ങളൊന്നും, നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം വോയിസ് ക്ലിയർ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ നല്ല കയറ്റമാണ്, അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആ കാണുന്ന അവിടേക്ക് എത്തണം. അവിടെയാണ് ലാസ്റ്റ് എൻഡിങ് പോയിൻ്റ്. കയറ്റം കഴിഞ്ഞ് ഇവിടുത്തെ മൊത്തം നിരന്ന സ്ഥലമാണ്. കണ്ടു നോക്ക്, അടിപൊളിയല്ലേ? ഇത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ കാണണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടൊക്കെ ഉള്ളിലൊതുക്കി കയറുന്ന മനസ്സോട് കൂടിയിട്ട് കയറിക്കഴിഞ്ഞാൽ സുഖമായിട്ടും നമുക്ക് കയറാൻ നടക്കും. അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, ആ മലയിലേക്ക് നോക്കാം. ആ മലയിൽ ആൾക്കാർ കയറിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ കണ്ടില്ല. ഒക്കെ അവിടുന്ന് ആ മലയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ആ മല കയറിയിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് മൊത്തം. ഓക്കെ, ഇത് കണ്ടില്ലേ? അടിപൊളിയാണ് കേട്ടോ. വേറെ ഒരു കാഴ്ച, വേറൊരു ലോകം. അത്രേ ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? ഞാനും ഒരു കക്കാടംപൊല്ലുകാരനാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു വ്യൂവിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇത്രയും നാളായിട്ടും ഞാൻ ഇങ്ങോട്ട് ഇതുവരെ ഒന്നും കയറിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഇവിടെ കയറണതും ഈ ഒരു ഫീൽ അനുഭവിക്കുന്നതും തന്നെ. നിങ്ങൾ കണ്ടോക്ക്, അടിപൊളിയാണ് മോനെ. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒരു വട്ടം വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇതൊക്കെ. ഓക്കെ, അങ്ങോട്ടൊക്കെ നോക്കൂ, കോട ഇറങ്ങുന്നത് കണ്ടില്ലേ? ഫുള്ള് കോടയാണ്. കോട ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. വെയിലും ഉണ്ട്, കോടയുണ്ട് നല്ല. പക്ഷെ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിലും അത് അത്രയും പെട്ടെന്ന് അറിയില്ല. ആ ക്ഷീണം അങ്ങനെ കാറ്റ് തലോടിക്കൊണ്ട് അങ്ങനെ അങ്ങ് പോകും. അതാണ് ഈ ഭാഗത്തേക്ക് നമുക്ക് കോട ഇറങ്ങുന്നില്ല. അത്രയ്ക്കും അടിപൊളിയാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒരു വട്ടം ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത്രയും പറയത്തുള്ളൂ. കയറാൻ കഴിയുന്നുള്ളവർ വരിക, കയറുക. അപ്പോൾ നമ്മളിനി ലാസ്റ്റ് ആ ഭാഗം കൂടെ പോയിട്ട്, അതാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു എൻഡിങ് ഭാഗം, ആ ഭാഗം കൂടെ പോയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഭാഗം. എൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടേക്ക് കയറുന്നത് തന്നെ. ഓക്കെ, ഇതിൻ്റെ എൻഡിങ് വരുന്നത് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. മുമ്പോട്ട് പോവുക, അവസാനിക്കുന്നിടത്ത് അവസാനിക്കുക. എവിടെ അവസാനിക്കുന്നു അവിടെ തിരിച്ചിറങ്ങും. അത്രേ ഉള്ളൂ. നോക്കി കോട പോണതല്ലേ, നല്ല ഫോണിൽ കാണുന്ന പോലല്ല, നിങ്ങൾ നേരിട്ട് വന്ന് കാണും. ഫോണിൽ കാണുന്ന ഫീല് വേറെ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടു നോക്കട്ടോ. ഇതാണ് ആ കുരിശുമല. ഇവിടേക്കാണ് കയറാൻ വേണ്ടി എല്ലാവരും വരുന്നത്. നമ്മൾ വന്ന റോഡാണ് കേട്ടോ ആ കാണുന്നത്. ആ റോട്ടിൽ കൂടെയാണ് കറങ്ങി
കറങ്ങി അടിച്ച് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഈ ഒരു ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നു, ഇഷ്ടം പോലെ. ഇനി ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ വോയിസ് ക്ലിയർ ആവേണ്ട തരത്തില്ല, കാരണം അതിന് മാത്രം കാറ്റാണ് ഇവിടെ, നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ കക്കാടംപൊയിലേക്ക് വരിക, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വണ്ടിക്ക് പോകാൻ പറ്റുന്നവർക്കാണ് വണ്ടിക്കും പോവാം. ഇതൊക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വണ്ടി താഴത്തുണ്ട്, വണ്ടിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. 400 രൂപയാണ് വരുന്നത്. ഇവിടെ കൊണ്ടുവിടും. അങ്ങോട്ട് പോണ കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കക്കാടംപൊയിൽ വരിക, എക്സ്പ്ലോർ ചെയ്യുക. എൻ്റെ ബാക്ക് ഭാഗം കണ്ടില്ലേ, അത്ര അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുക. ഇതൊക്കെ ഇപ്പോഴേ നടക്കുള്ളൂ, ആസ്വദിക്കൽ കാര്യങ്ങൾ കാണലൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പം ഇനി വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.